ഈ പാട്ടുകളൊക്കെ നമ്മൾ എന്നും കേൾക്കും, പക്ഷേ ഈ പാട്ടുണ്ടാക്കിയ മനുഷ്യനെ പലപ്പോഴും ഓർക്കാൻ മറക്കും. കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഓരോ മലയാളിയുടെയും പ്രണയത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുക്കിയ സംഗീത സംവിധായകനായി മാറിയ കഥ. അധികമാരും അറിയാത്ത കഥ. തൃശ്ശൂർ ജില്ലയിലെ പെരുവല്ലൂർ എന്ന കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരൻ. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ വന്ന ടീച്ചർ ഒരു പദ്യം ചൊല്ലാൻ പറയുന്നു. ടീച്ചറെ ഞെട്ടിച്ചുകൊണ്ട് അപ്പോൾ മനസ്സിൽ തോന്നിയ ഈണത്തിൽ ആ പദ്യം അവൻ ചൊല്ലി. അങ്ങനെ സ്കൂൾ ആനിവേഴ്സറിക്ക് വേണ്ടി ടീച്ചർ എഴുതിയ വരികൾക്ക് ഈണമിടാൻ ആദ്യ അവസരം. പിന്നീട് യേശുദാസിന്റെ തരങ്കിണി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ സംഗീത പഠനം പഠിച്ച് ഒടുവിൽ അവിടുത്തെ അധ്യാപകനായി. പിന്നീട് ദാസേട്ടൻ തരങ്കിണി സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ അവിടെ ഒത്തിരി പ്രഗത്ഭരായ സംഗീത സംവിധായകരെ അസിസ്റ്റ് ചെയ്തു. പിന്നീട് നിർജീവമായി കിടന്നിരുന്ന സിത്താര മ്യൂസിക് ക്ലബ് എന്നൊരു മ്യൂസിക് ക്ലബ്ബ് ഏറ്റെടുത്തു നടന്നു. അങ്ങനെ തൃശ്ശൂർകാരൻ മോഹൻ സിത്താരയായി മാറി. സൗഹൃദമാണ് മോഹൻ സിത്താരയെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. സിത്താര മ്യൂസിക് ക്ലബിന്റെ പ്രോഗ്രാമുകളുടെ ഇന്റർവെല്ലിൽ മിമിക്രി അവതരിപ്പിക്കാമെന്ന ഒരാളുമായി മോഹൻ സൗഹൃദത്തിലായി. ആ മിമിക്രിക്കാരൻ പിന്നീട് മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോൾ പുതിയൊരു സംഗീത സംവിധായകനെ തേടിക്കൊണ്ടിരുന്ന നവോദയ സ്റ്റുഡിയോയിലേക്ക് മോഹൻ സിത്താരയെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ 1 മുതൽ 0 വരെ എന്ന രഘുനാഥ് പലേരി ചിത്രത്തിലൂടെ മോഹൻ സിത്താര മലയാള സിനിമയിൽ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി അരങ്ങേറി. പിന്നീട് വലിയ സംവിധായകനായി മാറിയ TK രാജീവ് കുമാർ ആയിരുന്നു കേട്ടോ അന്ന് മോഹൻ സിത്താരയെ നവോദയയിലേക്ക് എത്തിച്ച ആ മിമിക്രി സുഹൃത്ത്. 1986 തുടങ്ങിയ സംഗീതയാത്ര. പ്രണയ നൈരാശ്യത്തിന്റെ ദുഃഖത്തിലിരുന്ന് അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ട്. 34 വർഷങ്ങൾക്ക് മുൻപ് കമ്പോസ് ചെയ്ത ചാണക്യനിലെ ഈ ഐറ്റം ഇന്നും പുതുമ മാറാത്ത വെടിക്കെട്ട് ഐറ്റം. കേൾവിക്കാരുടെ ഉള്ളിൽ വിങ്ങലായി മാറിയ എത്ര പാട്ടുകൾ. യുവത്വത്തിന്റെ പൾസ് അറിഞ്ഞ് കമ്പോസ് ചെയ്ത എത്ര പാട്ടുകൾ. ബോംബെ രവിക്ക് പകരക്കാരനായി മോഹൻ സിത്താര എത്തിയപ്പോൾ ഏത് പാട്ടാണ് മികച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് ഗംഭീരമാക്കി മാറ്റിയ ദീപസ്തംഭം മഹാശ്ചര്യം. എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി. അതുപോലെ തന്നെ ഒരു സിനിമയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ. നിന്റെ മുരളിക കേൾക്കുമ്പോൾ തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ. വർഷം 1999. മലയാളത്തിൽ ഒരു സിനിമ വന്നു, കുറച്ച് പാട്ടുകൾ വന്നു. കേട്ടവർ ഞെട്ടിത്തരിച്ചു. ഇതാരായത്? A.R. റഹ്മാന്റെ പാട്ടാണോ വിദ്യാസാഗറിന്റെ പാട്ടാണോ? പക്ഷേ കാസറ്റ് കവർ മറച്ചു നോക്കിയപ്പോൾ കണ്ടത് മോഹൻ സിത്താര. ടെക്നോളജിയുടെ ചിറകിലേറി മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകന്റെ കുതിച്ചുചാട്ടമായിരുന്നു 1999 വന്ന മഴവില്ല്. നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി. പിന്നീട് അങ്ങോട്ട് ഇന്നും ഓരോ മലയാളികളുടെയും പ്ലേലിസ്റ്റ് ഭരിക്കുന്ന ഗാനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ തരംഗം സൃഷ്ടിച്ച നിരവധി പാട്ടുകൾ. കൈവയ്ക്കുന്ന സിനിമകളിലെ മുഴുവൻ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആക്കിയിരുന്ന മോഹൻ സിത്താരയുടെ പീക്ക് കാലഘട്ടം. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമല. ബ്ലസ്സിക്ക് വേണ്ടി ചെയ്ത കാഴ്ച, തന്മാത്ര എന്നീ സിനിമകൾ മോഹൻ സിത്താരയുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. വീണ പനി നീതളങ്ങ്
വെറുതെ കേട്ടാലും കരഞ്ഞു പോകുന്ന, കരയുമെന്ന പേടി കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി കേൾക്കാൻ മടിക്കുന്ന പാട്ടുകൾ. കുഞ്ഞി നിനക്ക് വേണ്ടി 90s കിഡ്സിന്റെയും 2K കിഡ്സിന്റെയും ഒക്കെ ബാല്യവും കൗമാരവും ഇപ്പോ മധ്യവയസ്സും ഒക്കെ ആഘോഷമാക്കി മാറ്റിയ സംഗീത സംവിധായകൻ. പ്രണയകഥ പാടി വന്നു തന്നിൽ പ്രമദവനിയാടി നിന്നു മുന്നിൽ. ഇനി അദ്ദേഹം ചെയ്തതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ ഞാനൊരാസ്വാദകൻ. അറിയാലോ, ഒരെണ്ണമായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സുഖമാണീ നിലാവ് എന്തു സുഖമാണീ, കാണുമ്പോൾ തോന്നും മിണ്ടാൻ ഒരു വാക്ക്, ആരും അറിയാതൊരു നോക്ക്. ഇത്രയധികം പാട്ടുകൾ. എങ്കിലും അദ്ദേഹം ചെയ്തതിൽ അന്നും ഇന്നും എന്നും പുതുമ നഷ്ടപ്പെടാതെ അന്ന് തോന്നിയ ആ ഒരു ഇഷ്ടം ഇന്നും തോന്നുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇത്. ഹാപ്പി ബർത്ത്ഡേ മോഹൻ സിതാര സർ.